നമസ്കാരം. ഇറാൻ അമേരിക്ക നേരിട്ടുള്ള യുദ്ധം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു ശത്രു കപ്പലിനെ അമേരിക്ക ടോർപിഡോ ഉപയോഗിച്ച് തകർത്തിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന്റെ അഭിമാനമായ ഐറിസ് ഡെന തകർക്കപ്പെട്ടതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ മാർക്ക് 48 ടോർപിഡോയാണ് ഈ കടൽ യുദ്ധത്തിൽ വില്ലനായത്. കടലിന്റെ ആഴങ്ങളിൽ ദൃഷ്ടിയിൽപ്പെടാതെ കിടക്കുന്ന US മുങ്ങിക്കപ്പൽ നിന്നാണ് ഈ മാരകായുധം നിക്ഷേപിച്ചത്. 6 മീറ്റർ നീളവും 1558 കിലോ ഭാരവുമുള്ള മാർക്ക് 48 മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിലാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചത്. ഈ ടോർപിഡോയുടെ പ്രവർത്തന രീതി ഏതൊരാളെയും ഞെട്ടിക്കുന്നതാണ്. കപ്പലിന്റെ വശങ്ങളിൽ ഇടിക്കുന്നതിന് പകരം കപ്പലിന്റെ കൃത്യം അടിവശത്ത് എത്തിയ ശേഷമാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. 295 കിലോ ഭാരമുള്ള പോളിമർ അധിഷ്ഠിത സ്ഫോടക വസ്തുക്കൾ കപ്പലിനെ രണ്ടായി പിളർത്തി. ലക്ഷ്യം പാളിയാൽ പോലും സ്വയം നിയന്ത്രിച്ചു തിരികെ വന്ന് ആക്രമിക്കുവാനുള്ള ശേഷി ഇതിനുണ്ട്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിട്ടിരിക്കുന്ന സൈനിക നീക്കത്തിൽ ഇറാൻ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. ഏകദേശം 80ഓളം ഇറാൻ നാവികർ കപ്പലിനൊപ്പം കടലിൽ താഴ്ന്നതായാണ് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിന് തിരിച്ചടിയായി ഓപ്പറേഷൻ ടു പ്രോമിസ് 4 ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം കടലിലും കരയിലും ഒരുപോലെ കത്തുമ്പോൾ ലോകം കടുത്ത ആശങ്കയിലാണ്. എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ആഗോള വിപണിയിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദൃശ്യമായി തുടങ്ങി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടതായി പെന്റഗൺ അവകാശപ്പെടുന്നുണ്ട്. പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വധത്തിന് ശേഷം ഇറാൻ സൈന്യം ചിതറിക്കപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ കടലിലും കരയിലും അവർ ഒളിപ്പോര് തുടർന്നു. ഐറിസ് ഡെനയുടെ തകർച്ച വെറുമൊരു കപ്പൽ നഷ്ടമല്ല, അതൊരു സന്ദേശമാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അമേരിക്കൻ മുങ്ങിക്കപ്പലുകൾ അദൃശ്യമായി നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന സന്ദേശം. മാർക്ക് 48 ടോർപിഡോയുടെ ഉപയോഗം ഇറാനെ മാനസികമായി തകർത്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുവാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്കുള്ള മറുപടിയാണിത്. തകർന്നടിഞ്ഞാലും ഇറാൻ നിശബ്ദമല്ല. 100 കണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമായാണ് ഇസ്രയേൽ നേരെ കുതിക്കുന്നത്. ദുബായിലും റിയാദിലുമുള്ള US താവളങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ആക്രമണം ശക്തമാക്കി. ഇറാനിലെ മരണസംഖ്യ 1000 കടന്നു. അമേരിക്കയുടെ 6 സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ 9 മരണം. നമ്മുടെ അടുക്കളകളെയും ഈ യുദ്ധം ബാധിച്ചു തുടങ്ങി. ബാരലിന് എണ്ണവില കുതിച്ചുയർന്നു. ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ഇതൊരു അവസാനമല്ല, ഒരുപക്ഷെ വലിയൊരു വിനാശത്തിന്റെ തുടക്കമാണിത്. ഇറാൻ കീഴടങ്ങുമോ അതോ ആണവായുധങ്ങൾ എന്ന അവസാന വഴിയിലേക്ക് നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന ഇറാനെതിരെ നടത്തിയ സൈനിക നടപടികൾക്ക് പിന്നാലെ പ്രദേശത്ത് രാഷ്ട്രീയവും സൈനികവുമായ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാന്റെ ഉന്നത നേതൃത്വത്തിൽ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖമേനി അടക്കം നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇതോടെ ഇത്തരത്തിൽ സൈനിക ഏറ്റുമുട്ടലിനേക്കാൾ ഏറെ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉള്ളതായും വിശകലനങ്ങളൊക്കെ പുറത്തു വന്നു. ഇറാനിൽ ഒരു നേതൃത്വ ശൂന്യത സൃഷ്ടിച്ച ഭരണകൂടത്തെ അസ്ഥിരമാക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ സുരക്ഷാ ഉപദേഷ്ടാവായ അലി ഷംഖാനി, പ്രതിരോധ മന്ത്രിയുമായി ബന്ധപ്പെട്ട നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക മേധാവികൾ എന്നിവരും കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിലൂടെ ഇറാന്റെ ഭരണകൂടത്തിന്റെ മധ്യ കേന്ദ്രത്തിൽ തന്നെ ലക്ഷ്യമിട്ട ഡീകാപിറ്റേഷൻ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന തന്ത്രം ഉപയോഗിച്ചു എന്നാണ് നിരീക്ഷണം. ഒരു രാജ്യത്തിന്റെ പ്രധാന രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഒരേ സമയം ഇല്ലാതാക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം. അതിലൂടെ ഭരണ സംവിധാനത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും എതിർശക്തികൾക്ക് അനുകൂലമായ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് പാശ്ചാത്യ സൈനിക തന്ത്രങ്ങളിൽ പറയുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ ഇറാന്റെ ദുർബലമാക്കുമെന്ന് ഉറപ്പില്ല എന്നാണ് പല വിശകലനങ്ങളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി അമേരിക്കയുമായി ഒരു വലിയ യുദ്ധ സാഹചര്യം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലുകളോടെ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ യുദ്ധതന്ത്രം പലപ്പോഴും വികേന്ദ്രീകൃത രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദാഹരണമാണ് ഇറാന്റെ ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സൈനിക യൂണിറ്റുകളാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. കേന്ദ്ര നേതൃത്വത്തിൽ മാറ്റം വന്നാലും ഈ യൂണിറ്റുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഈ സാഹചര്യത്തെ വിശദീകരിക്കുമ്പോൾ ഉപയോഗിച്ച ഉപമ ഏറെ ശ്രദ്ധേയമായിരുന്നു. പുരാതന ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്ന ഹൈഡ്ര എന്ന പാമ്പിനെ പോലെ തന്നെയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈഡ്രയുടെ ഒരു തല വെട്ടിക്കളഞ്ഞാൽ രണ്ടെണ്ണം കൂടി വളരുമെന്നതാണ് ആ പുരാണത്തിന്റെ ആശയം. അതുപോലെ തന്നെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയാലും ഇറാന്റെ ഭരണകൂടവും സൈനിക സംവിധാനവും തകർന്നു പോകില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഭരണകൂടത്തിന്റെ തുടർച്ച ഉറപ്പാക്കുവാൻ വ്യക്തമായ പിൻഗാമി സംവിധാനങ്ങളും മതനേതാക്കളടങ്ങുന്ന വലിയ കൗൺസിലുകളും ഇറാനിൽ നിലവിലുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ യുദ്ധം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ലെന്ന് പല നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇറാന്റെ ആശയപരമായ സമീപനത്തിൽ ഇത് മഹാനായ സാത്താനെതിരെയുള്ള പോരാട്ടമെന്ന മതപരമായ വ്യാഖ്യാനത്തോടെയാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇത് മിഡിൽ ഈസ്റ്റിൽ അവരുടെ തന്ത്രപ്രധാന ആധിപത്യം നിലനിർത്തുവാനുള്ള ശ്രമമാണ്. ഹൂതികൾ, ഹിസ്ബുള്ള, ഹമാസ്, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ തുടങ്ങിയ കൂട്ടുകക്ഷികളിലൂടെ ഇറാൻ വർഷങ്ങളായി പ്രോക്സി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൂടെ അമേരിക്കൻ സൈനിക തന്ത്രങ്ങളെക്കുറിച്ചുള്ള വലിയ പരിചയവും ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. യുദ്ധത്തിന്റെ വ്യാപ്തി ഗൾഫ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള സാധ്യതയാണ് ഉയർന്നു വരുന്നത്. സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ എന്നിവ ഉൾപ്പെടുന്ന ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളുടെ നിർണായക ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാകാമെന്ന ആശങ്ക ശക്തമാണ്. ഈ രാജ്യങ്ങൾ കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകളെ ആശ്രയിച്ചാണ് കുടിവെള്ളത്തിന്റെ വലിയൊരു ഭാഗം ലഭിക്കുന്നത്. ചില രാജ്യങ്ങളിൽ കുടിവെള്ളത്തിന്റെ 60 മുതൽ 90% വരെ ഇത്തരം പ്ലാന്റുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അവിടുത്തെ ജീവിതവും സമ്പദ് വ്യവസ്ഥയും താറുമാറാകുവാൻ സാധ്യതയുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ഭക്ഷ്യവിതരണവും വലിയ തോതിൽ സമുദ്ര മാർഗങ്ങളിലാണ് ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് സൂയസ് കനാൽ, ബാബ് എൽ മൻദീബ് കടലിടുക്ക്, ഹോർമോസ് കടലിടുക്ക് എന്നീ 3 പ്രധാന കടൽ ചെക്ക് പോയിന്റുകളിലൂടെയാണ് അവരുടെ ഇറക്കുമതികളുടെ വലിയൊരു പങ്കും നടക്കുന്നത്. ഈ പാതകളിൽ ഏതെങ്കിലും തടസ്സപ്പെടുകയാണെങ്കിൽ അതിന്റെ ആഘാതം ഗൾഫ് മേഖലയെ മാത്രമല്ല ആഗോള വ്യാപാരത്തെയും ബാധിക്കും. ഇതിന്റെ സാമ്പത്തിക പ്രതിഫലനം അമേരിക്കയിലേക്കും വ്യാപിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന ആശങ്ക. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ നിക്ഷേപങ്ങളാണ് അമേരിക്കയുടെ വ്യാവസായികവും അടിസ്ഥാന സൗകര്യ മേഖലകളെയും ഒക്കെ പിന്തുണയ്ക്കുന്നത്. കൂടാതെ എണ്ണ വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളർ ഉപയോഗിക്കുന്ന പെട്രോ ഡോളർ സംവിധാനം ഡോളറിന് സ്ഥിരമായ ആഗോള ആവശ്യകത സൃഷ്ടിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കുവാനും സാമ്പത്തിക ശക്തി നിലനിർത്തുവാനും സഹായിക്കുന്ന ഘടകമാണ്. ഇന്നത്തെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സെന്ററുകൾ, ഗവേഷണം, വികസനം തുടങ്ങിയ മേഖലകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ മേഖലകളിൽ ഗൾഫ് രാജ്യങ്ങളുടെ നിക്ഷേപം വൻതോതിലാണ്. അതിനാൽ മിഡിൽ ഈസ്റ്റിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടാവുകയും ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക സ്ഥിരത തകരുകയും ചെയ്താൽ അതിന്റെ ആഘാതം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയും ആഗോള വിപണികളെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധം മാത്രമല്ല, ലോകരാഷ്ട്രീയവും ഊർജ്ജ സുരക്ഷയും ആഗോള സമ്പദ് വ്യവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ എത്രത്തോളം വ്യാപിക്കും, ഗൾഫ് മേഖല എത്രത്തോളം ബാധിക്കപ്പെടും, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതിന്റെ ദീർഘകാല പ്രതിഫലനം എന്തായിരിക്കുമെന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്.